ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 17-ാം ദിവസമാണല്ലോ ഇന്ന്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതിയ ക്രിസ്മസ് ആഗതമായിരിക്കുന്നു. പുൽക്കൂടിന്റെ ശാലിനിതയിൽ, നക്ഷത്രവിളക്കുകളുടെ വെളിച്ചത്തിൽ, പുല്ലുകൊണ്ടുള്ള മെത്തയിൽ ദേവപുത്രൻ ശാന്തമായി ഉറങ്ങുന്ന മനോഹരമായ ആ കാഴ്ചയുടെ ഓർമ്മദിനമാണ് ക്രിസ്മസ്. ദൈവികതയുടെ അടയാളം ലാളിത്യമാണ് എന്ന് ഈശോ കാണിച്ചു തരുന്നതും പുൽക്കൂട്ടിലാണ്. പുൽക്കൂടിന്റെ ലാളിത്യം അറിയണമെങ്കിൽ അതിൽ കിടക്കുന്നവന്റെ മഹത്വം അറിയണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. രാജാക്കന്മാരിൽ രാജാവായ ഈശോ തന്റെ പ്രതാപം കാട്ടിയത് പുൽക്കൂടിന്റെ ശൂന്യത കൊണ്ടാണ്. ലോകത്തിന് ആവശ്യം ദൈവത്തിലേക്കുള്ള വഴി അറിയുക എന്നതായിരുന്നു. അതിനാൽ ദൈവം തന്നെ മനുഷ്യനായി കാലിത്തൊഴുത്തിൽ പിറന്ന് ദൈവത്തിലേക്ക് ഉള്ള വഴി മനുഷ്യന് കാണിച്ചു കൊടുത്തു. ക്രിസ്മസിനായി നാം ഒരുങ്ങുമ്പോൾ വഴിയും സത്യവും ജീവനുമായ യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കണം. ഹൃദയത്തിൽ പുൽക്കൂടുകൾ സൃഷ്ടിച്ച് രക്ഷകന്റെ തിരുപ്പിറവിയിലേക്കായി മനസ്സുകളെ നമുക്ക് ഒരുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.